ഇനി മറ്റൊന്ന് ഹുമൈദി, അദ്ദേഹം മക്കക്കാരനാണ്. അതോടൊപ്പം അദ്ദേഹം ഖുറൈശി കുടുംബത്തിൽ ജനിച്ച ആളുമാണ്, മക്കക്കാരനുമാണ്. അതോടൊപ്പം ഖുറൈശി കുടുംബത്തിൽ വന്ന ആളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖദ്ദിമു ഖുറൈശൻ, ഖുറൈശികൾക്ക് നിങ്ങൾ മുൻതൂക്കം കൽപ്പിക്കണം, ഖുറൈശികൾക്ക് അല്ലാത്തവരെക്കാളേറെ മുൻതൂക്കം കൽപ്പിക്കണം. അപ്പൊ ഈ ഹദീസ് ആദ്യം കൊണ്ടുവന്നതിൽ അങ്ങനെ തത്വമുണ്ട്. ഇമാം ബുഖാരി കിതാബ് തുടങ്ങുകയാണല്ലോ, ഒന്നാമത്തെ ഹദീസിലെ ഒന്നാമത്തെ സനദിലെ ഒന്നാമത്തെ മനുഷ്യൻ ഖുറൈശിയാണ്. ഇമാം ബുഖാരിയുടെ കിതാബിൽ ആദ്യമായി ഹദീസ് കൊണ്ടുവരുമ്പോൾ അതിന്റെ പരമ്പരയിലെ ഒന്നാമത്തെ റാവി ഖുറൈശിയാണ്. അപ്പൊ ആ മഹത്വം ഇമാം ബുഖാരി അവിടെ പരിഗണിച്ചു. രണ്ട്, അദ്ദേഹം മക്കക്കാരനാണ്. ഈ ഇമാം ബുഖാരിയുടെ ഒന്നാമത്തെ അധ്യായം എന്നത് ബദ്ഉൽ വഹ്യിന, വഹ്യിന്റെ ആരംഭം എന്നാണ് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിലെ ഫസ്റ്റ് ഭാഗങ്ങൾ. വഹ്യിന്റെ ആരംഭം, വഹ്യ് ആരംഭിച്ച എവിടുന്നാണ്? മക്കയിലാണ്. ആ നിലക്കും ഈ ഹദീസിന് പ്രാധാന്യമുണ്ട്. മക്കക്കാരന്റെ റിപ്പോർട്ട് കൊണ്ടുവരുന്നു. വഹ്യ് മക്ക കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വഹ്യ് ഇറങ്ങുന്നത് മദീനയാണ്. മദീനയിലെ ഏറ്റവും വലിയ ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ആ ഇമാം മാലിക് എന്ന ഹദീസ് ഇമാം ബുഖാരി രണ്ടാമത്തെ കൊടുത്തത്. സ്വഹീഹ് ബുഖാരി ഹദീസ് നമ്പർ രണ്ടാമത്തത് ഇമാം മാലിക് എന്ന റിവായത്താണ്. ഒന്നാമത്തത് മക്കക്കാരിൽ നിന്ന്, രണ്ടാമത്തത് മദീനക്കാരിൽ നിന്ന്. അപ്പൊ കണ്ടോ, അതൊക്കെ ഒത്തു കിട്ടും വേണം, എന്നാൽ ഈ വിഷയം അതിൽ ഉണ്ടാവുകയും വേണം. അത് ബോധപൂർവം ചെയ്താണ്. അത്രയും ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിച്ചിട്ടാണ് ഇമാം ബുഖാരി ഓരോ ഹദീസും സെലക്ട് ചെയ്തത്. ഈ ഹെഡിങ് കൊടുക്കും, ആ ഹെഡിങ് യോജിക്കുന്നത് വരാൻ, ഇതൊക്കെ പരിഗണിച്ചിട്ടാണ്. ഇപ്പൊ ആ വിഷയത്തിൽ വേറെ ഹദീസ് ഉണ്ടാവും, പക്ഷെ അതെടുക്കാതെ ഇതന്നെ എടുത്തു. എന്തുകൊണ്ട്? അതെടുത്താൽ ഈ മക്കക്കാരനെ കിട്ടൂല, ഇതെടുക്കുമ്പോ മക്കക്കാരനെ കിട്ടും. അപ്പൊ അതും കൂടി പരിഗണിക്കാൻ പറ്റി. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി ഓരോ ഹദീസും തന്നെ സ്വഹീഹിൽ കൊണ്ടുവരാറുള്ളത്.